ഹലോ ഗായ്സ്. തിരിഞ്ഞു നോക്കുന്നത് ഞാൻ തന്നെ കേട്ടോ. ഇതെൻ്റെ 2 ഫ്രണ്ട്സും. ആക്ച്വലി ഞങ്ങൾ 4 പേരും കൂടി ഒരു ട്രിപ്പ് പോവുക. ഞങ്ങൾ 10ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച കേട്ടോ. കുറേ ഗോഷ്ഠികളും കാര്യങ്ങളും ഒക്കെ ഇതിൽ കാണാൻ പറ്റും. ആൻഡ് ദേ ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലാകും, എത്രത്തോളം അതിൻ്റെ ഡീപ്നെസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലൊരാൾ മിസ്സാട്ടോ. ആൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റിയില്ല. അവളെ ഒരുപാട് മിസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാട്ടോ. നീണ്ട ജേണി ആയിരുന്നു. അതേപോലെ തന്നെ അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോയി നന്നായിട്ട് പോസ്റ്റായി. ഞങ്ങൾക്കറിയില്ല ഇത്രയും സമയം അവിടെ ഫുഡ് തരാൻ എടുക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തു. ഇത് ഞങ്ങൾ താമസിച്ച സ്ഥലത്തെ രാത്രി ഒരു വ്യൂ ആട്ടോ. ഞാൻ ചുമ്മാ അവിടെ ആടിപ്പാടി നടന്ന് കളിക്കുമായിരുന്നു. ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാട്ടോ. കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സാധനമാണിത്. കുഴപ്പമില്ല തോന്നുന്നു. പിറ്റേ ദിവസം രാവിലത്തെ ഒരു വ്യൂ ആട്ടോ ഇത്. ബാഗ ബീച്ചാണിത്. അപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ഞങ്ങൾ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ബാഗ ബീച്ചത്തെ രാവിലത്തെ ഒരു വ്യൂ ആണിത്. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് നടന്നു പോയി ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. മുട്ട ഓംപ്ലേറ്റിൻ്റെ ഒക്കെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ഗോവ ഈസ് സോ എക്സ്പെൻസീവ്. ഇത് അതിൻ്റെ നിയറസ്റ്റുള്ള ഒരു ക്രിസ്ത്യൻ ടെമ്പിളാണ്. അടിപൊളി പള്ളി കേട്ടോ. ഇത് ഞങ്ങൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ്. ഓഫ് റോഡ് കുറച്ച് പോവാനുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾക്ക് ഒരു കാർ ഡ്രൈവറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അയാളാണ് ഞങ്ങളെ അങ്ങോട്ടേക്ക് എത്തിച്ചത്, ഓഫ് റൈഡിൻ്റെ ജീപ്പ് കയറുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് ഈ കാണുന്ന ഒരു ജീപ്പിലാണ് പോയത്. ഇങ്ങനത്തെ കുറേ ജീപ്പുകൾ അവിടെ ഉണ്ട്. അതിന് പെർ പേഴ്സൺ എനിക്ക് തോന്നുന്നു 250 റുപ്പീസ് അങ്ങനെ എന്തോ കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടത്തേക്ക് പോയത്. ഇതൊക്കെ ഞാൻ ചുമ്മാ ഡയലോഗ് അടിക്കും കേട്ടോ. വാ പോകാം ഗൈസ് എന്നൊക്കെ പറഞ്ഞ് വോയിസൊക്കെ ഇടുവാണ്. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു റെക്കോർഡ് ചെയ്യാമെന്ന്. ഒട്ടും വൃത്തിയായിട്ടില്ല, അതുകൊണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഓൺ റെക്കോർഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുന്നത്. ഈ പറയുന്നതിൽ തന്നെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മേ ബി ഞാൻ കുറേ എക്സൈറ്റഡ് ആയതുകൊണ്ടായിരിക്കാം. അവിടെ നല്ലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ ആ സൈഡിൽ. ഞാൻ കാണിക്കുന്നില്ല ഇല്ലേ? കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, അടിപൊളി ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. എല്ലാവർക്കും കൂടെ ഒരുപോലത്തെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ചമ്മിപ്പോയി. അതുകൊണ്ട് ആ ഡ്രസ്സ് ഞാൻ എടുത്തില്ല കേട്ടോ. ഈ 3 ആളുടെയും കാലിൽ കാണുന്ന ചെരുപ്പ് ഞങ്ങൾ മംഗലാപുരത്തുനിന്ന് വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ്. നല്ലതായിരുന്നു. ഇതാണ് ബട്ടർഫ്ലൈ ബീച്ചിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ. അടിപൊളി ബീച്ചാണേ. നീല കളറ് വെള്ളം എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനവിടെ നിന്നിട്ടും ഇരുന്നിട്ടും നടന്നിട്ടൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അവിടെ പോസ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു ഞങ്ങളുടെ കാർ ഡ്രൈവർ ചേട്ടൻ. രാവിലെ കൂട്ടിയതാണ് അയാളെ കൂടെ, പിന്നെ വിട്ടിട്ടില്ല. അപ്പോൾ അവിടെ എത്തി ബോട്ടൊക്കെ കണ്ടപ്പം അവർ ഡിസ്ക്രൈബ് ചെയ്ത് തരുവാണ് എന്തൊക്കെ സർവീസസ് അവിടെ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ബോട്ട് സർവീസ് ഉണ്ട്. അതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് വെച്ചാൽ ഡോൾഫിൻസിനെ കാണിച്ചു തരാൻ അവർ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഹണിമൂൺ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ബോട്ടിലൂടെ പോയിട്ട് ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അത് അവർ കാണിച്ചു തരും. പിന്നെ ഈ സ്റ്റോണിൽ ആമേൻ്റെ രൂപമുള്ളത്, അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അതിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് തിരിച്ചു വരുന്ന കാഴ്ച കേട്ടോ. നമ്മൾ ഓഫ് റോഡ് ജീപ്പിൽ പോയിട്ടും അവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടേ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് എത്തുകയുള്ളൂ. ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു ഇത്തിരി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാൻ എഡിറ്റ് ചെയ്ത് അത്ര വൃത്തിയായിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുഴപ്പമില്ല. ഇത് ഞാൻ എൻ്റെ ബാക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ അങ്ങ് സൂം ചെയ്ത് എടുത്തതാണ് കേട്ടോ. നല്ല വൃത്തികേടായിട്ടുണ്ട്, കുഴപ്പമില്ല. എനിവേയ്സ് ഇതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് സൗത്ത് ഗോവയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അടുത്ത നോർത്ത് ഗോവയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതേപോലെ ഞങ്ങൾ തിരിച്ച് കയറി ഇത് തിരിച്ച് അതേ ട്രക്കിംഗ് ജീപ്പിൽ ഞങ്ങൾ തിരിച്ച് ആ ഒരു ഞങ്ങളുടെ വണ്ടിയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല.
ഇത് ബട്ടർഫ്ലൈ ബീച്ചിൻ്റെ വ്യൂസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്തതാണ്. നല്ല വെള്ളം, കണ്ടിട്ടും മതിയാവാത്ത തരത്തിലുള്ള വെള്ളം. പിന്നെ ഡോൾഫിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ പൊങ്ങുന്നത് കാണുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് അങ്ങനെ വ്യക്തമായിട്ടോ ശക്തമായിട്ടോ ഒന്നും നമുക്ക് കാണാനൊന്നുമില്ല. പിന്നെ ഇതിന് ഞങ്ങൾ ബോട്ട് സർവീസിന് ഒരു ബോട്ടിന് 2500 രൂപയാണ് വാങ്ങിയത്. അതൊക്കെ ഇത്തിരി കൂടുതലാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു ഡ്രൈവർ അതിൽ നിന്ന് കമ്മീഷൻ എടുത്തിട്ടുണ്ട് 500 എന്നാണ് എൻ്റെ ഒരു ഊഹം. അതായത് നമ്മളെ കൊണ്ടുപോകുന്ന ഡ്രൈവേഴ്സ് അതിപ്പോൾ സ്റ്റേ ആയാലും ശരി, എന്തൊരു ആക്ടിവിറ്റി ആയാലും ശരി, അതിൽ നിന്നൊക്കെ അവർ കമ്മീഷൻ വാങ്ങും. നമുക്കറിയില്ല അത്, പക്ഷെ അവരങ്ങനെ ചെയ്യുന്നുണ്ട്. സോ ഒക്കെ ഒരു അങ്ങനെയാണ്. എന്നാലും നമ്മളൊരു എക്സ്പീരിയൻസ് എന്ത് നമ്മൾ ചെയ്തു എന്നുള്ളതാണല്ലോ അതിൻ്റെ കാര്യം. ഇതൊക്കെ എൻ്റെ പട്ടി ഷോ ആട്ടോ. ആ ഒരു ജീപ്പിൽ പോകുന്ന സമയത്ത് കുറേ നാളിന് ശേഷം ഒരു ഓപ്പൺ ആയിട്ടൊരു ജീപ്പൊക്കെ കണ്ടപ്പം ഉള്ളൊരു ത്വര എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പം അങ്ങനെ ഇത് ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. തിരിച്ചു പോകുക മീൻസ് ഞങ്ങൾ നോർത്ത് ഗോവയിലേക്ക് പോവുകയാണ്. സൗത്ത് ഗോവയിലായിരുന്നു ഫസ്റ്റ് ഡേ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. കോട്ടേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കോട്ടേജിന് ഞങ്ങളൊരു 3500 റുപ്പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ നേരെ നോർത്ത് ഗോവയിലേക്ക് പോവുകയാണ്. അവിടെ ബട്ടർഫ്ലൈ ബീച്ച് മാത്രമേ ഞങ്ങൾ സൗത്ത് ഗോവയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാഗ ബീച്ചും ബട്ടർഫ്ലൈ ബീച്ചും ഞങ്ങൾ വേറെ എവിടെയും പോയിട്ടില്ല. അങ്ങനെ നോർത്ത് ഗോവയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ചേട്ടനെ കിട്ടി കാറിൻ്റെന്ന്, അപ്പം അയാളുടെ കാറിലാണ് പോകുന്നത്. സൗത്ത് ഗോവയിൽ നിന്ന് നോർത്ത് ഗോവ ബാഗ ബീച്ചിലേക്ക് എത്ര രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ? 4000 റുപ്പീസ് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് കൊണ്ടുപോയി. നെക്സ്റ്റ് സൗത്ത് നിന്ന് നോർത്തിലേക്ക് കൊണ്ടുപോകാൻ 4000 റുപ്പീസാണ് അയാൾ പറഞ്ഞിരുന്നത്. പോകുന്ന വഴിക്ക് അയാൾ തന്നെ നല്ല ഹോംലി മീൽസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. ആക്ച്വലി മീൽസ് അടിപൊളിയായിരുന്നു. ആ മീൽസ് അടിപൊളിയായപ്പോൾ ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടി എടുത്തൊരു വീഡിയോ കേട്ടോ ഇത്. മദേഴ്സ് റെസിപ്പി അങ്ങനെ എന്തോ ആണ് ആ ഒരു ഹോട്ടലിൻ്റെ പേര്. കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ നല്ല ഫുഡാട്ടോ. ഞാനത് പറയുകയാണ് ഇതിൽ. ആക്ച്വലി കാണാൻ വലിയ ലുക്കൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വെള്ളം കുടിക്കരുത് അവൾ ചിരിക്കുന്ന ആ ഒരു സീനാട്ടോ അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ സ്റ്റേ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലൊരു ഫ്രണ്ടിന് മുടി മുറിക്കാൻ പോയതായിരുന്നു. പിന്നെ ഇത് ഞങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ പോയത് എല്ലാവർക്കും ഒരേപോലെ. അത് കഴിഞ്ഞ് ഉടുപ്പി ഭവൻ എന്ന് കണ്ടിട്ട് കയറിയത് കേട്ടോ. 5 പൈസയ്ക്ക് ഉള്ളില്ല. ഇത് ബാഗ ബീച്ചാണ്. അവിടെ മറ്റേ ത്രെഡ് ചെയ്യുന്നൊരു സാധനമില്ല, അത് ആക്ച്വലി കൊള്ളായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു 2 എണ്ണത്തിന് അവർ 100 രൂപ വാങ്ങി പെർ പേഴ്സൺ, ആ ഒരു 2 സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. എനിക്ക് രാവിലെ വിശക്കും. 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നത്. ഞങ്ങൾ താമസിച്ച കോട്ടേജിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു മനുഷ്യനില്ല. ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്ത് 20 മിനിറ്റ് ഞാൻ ചപ്പാത്തിയും ബുർജിയും എന്തോ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തു. ആരും വന്നില്ല. സങ്കടത്തോടെ ഞാൻ തിരിച്ച് കോട്ടേജിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കോട്ടേജിൻ്റെ വ്യൂസും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച പാപ്പിലിക്കോ അങ്ങനെ എന്തോ ആണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. ബാഗ ബീച്ചിൻ്റെ കറക്റ്റ് ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു സംഭവമാണിത്. അതായത് ഈ ഒരു കോട്ടേജിൻ്റെ മുന്നിൽ നിന്ന ഫ്രണ്ട് വ്യൂ നമുക്ക് ബാഗ ബീച്ചാണ്. ഓക്കെ, ഇതാണ് കോട്ടേജ്. 2 റൂംസാണുള്ളത്. അപ്പോൾ നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ അത്. 4 പേർക്ക് സുഖമായിട്ട് ഫാമിലി ആയിട്ട് വന്നാലും ശരി, എങ്ങനെ ഫ്രണ്ട്സായിട്ട് വന്നാലും ശരി, 4 പേർക്കൊക്കെ അടിപൊളിയായിട്ട് നിൽക്കാം. ഈ കോട്ടേജിൽ വേറെ ആൾക്കാരായിരുന്നു. അതാ ഈ കാണുന്ന സൈഡിലുള്ളതിലായിരുന്നു നമ്മൾ 4 പേര് സുഖമായിട്ട്. വലിയ റൂമാണ്, വലിയ വാഷ്റൂമാണ്, കാര്യങ്ങളാണ്. ആ കാണുന്നതാണ് ബാഗ ബീച്ച്. അത് കഴിഞ്ഞ് എനിക്ക് വിശപ്പുണ്ടല്ലോ, അപ്പം ഞങ്ങൾ ചുമ്മാ നടന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടി ഞാൻ നടന്നു. അപ്പോൾ ആന്ധ്ര ടിഫിൻസ് കണ്ടു. ഗോവയിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫുഡെന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ബാഗ ബീച്ച്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ട്, എൻ്റെ ഒരു പട്ടി ഷോ ആണിത്, റെഡിയായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ നോർത്ത് ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടുന്ന് തന്നെ RK ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽസിന് ഞങ്ങൾ ബന്ധപ്പെട്ടു. അങ്ങനെ അവർ ഞങ്ങളെ 3000 എത്രയായിരുന്നു, 3000 സംതിങ്, 3100 രൂപയ്ക്ക് എങ്ങാനും മൊത്തം. സൗത്ത് ഗോവയാണ് ആക്ച്വലി. സൗത്ത് ഗോവയിലത്തെ കുറച്ച് സംഭവങ്ങൾ നോർത്ത് ഗോവയിൽ നിന്ന് ഞങ്ങൾ പോയതാണ്. കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ നോർത്ത് ഗോവയിലല്ല സൗത്ത് ഗോവയിലാണെന്ന് അവർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഓക്കെ, ഓൾഡ് ഗോവ ഫൗണ്ടെയിൻസ്. ഇത് ഒരു ടെമ്പിളായിരുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല. ഇത് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചൊരു താലിയായിരുന്നു, അടിപൊളിയായിരുന്നു, വെജ് താലി. ഇത് അവിടെ നിന്ന് ഞങ്ങൾ കണ്ടൊരു പള്ളിയാണ്. ഇത് ഫൗണ്ടെയിൻസിൻ്റെ വ്യൂസാണ്. ഇതൊക്കെ ഞാൻ ചുമ്മാ ഫോട്ടോസ്. ഇതാണ് ശ്രീ മങ്കേഷ് ഗോവ, അതാണ് ഞങ്ങൾ പോയ അമ്പലം. പേര് മറന്നു വേണ്ടിയൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചത് കേട്ടോ. ഓൾഡ് ഗോവയാണിത്, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ചുമ്മാ പറയുന്നതേ ഉള്ളൂ. ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ്. ഈ ചായ അടിപൊളിയായിരുന്നു കേട്ടോ. നമസ്തേ ചായ എന്നാണ് അതിൻ്റെ പേര്. ഇത് ഞങ്ങൾ തിരിച്ചു വരുവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഗോവയിൽ നിന്ന് ടാക്സി എടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അത് ഗവൺമെൻറ് ടാക്സി എന്തോ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് സേഫ് ആക്ച്വലി. കൊള്ളായിരുന്നു.
കാണിച്ചു തരണം തോന്നി അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ തന്നെ രാത്രിയൊക്കെ എത്തിയാൽ ഗേൾസൊക്കെ ആണെങ്കിൽ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട് ഇവിടെ. പെർ പേഴ്സൺ ക്യാഷ് കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് താമസിക്കാം. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അപ്പോൾ രാത്രിയിൽ ഇൻ കേസ് എത്തിയാൽ പോലും ആർക്കും പേടിക്കേണ്ടതില്ല. ഇതൊക്കെ ഞാൻ ചുമ്മാ ഒരു കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് എടുത്ത് വെച്ചതാട്ടോ.